ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷനാണ്. ഇത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസിലെ രണ്ടാമത്തെ ലോയാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിൽ നമ്മൾ രണ്ട് പേരുകൾ കൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ. ലാവോസിയെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്തതിന് ശേഷം വന്നതാണ് ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ലോയെ. ഇത് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് 1799 ഫ്രഞ്ച് കെമിസ്റ്റായ ജോസഫ് പ്രോസ്റ്റാണ്. ലോയിൽ പറയുന്നത് നമ്മൾ ഏത് സോഴ്സിൽ നിന്നും കോമ്പൗണ്ട് ലഭിച്ചാലും വ്യത്യസ്തമായ ഒരു കോമ്പൗണ്ട് നമുക്ക് വ്യത്യസ്തമായ രീതിയിൽ ലഭിക്കാം അല്ലേ. അപ്പം അങ്ങനെ ഏത് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ലഭിച്ചാലും ഒരു കോമ്പൗണ്ടിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് മാസിൻ്റെ ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഈ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ പറയുന്നത്. നമ്മൾക്ക് ഏത് ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്ന് ലഭിച്ചാലും ഒരു കോമ്പൗണ്ടിൻ്റെ റേഷ്യോ, അതിനകത്ത് എലമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. അതിന് മാറ്റം ഉണ്ടാവില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ വാട്ടർ, ജലം അല്ലേ. ഈ ജലം നമുക്ക് എത്ര സോഴ്സുകളിൽ നിന്ന് ലഭിക്കാം? വ്യത്യസ്തമായ ഡിഫറെൻറ്റ് സോഴ്സുകളിൽ നിന്ന് നമുക്ക് ലഭിക്കാം. മഴവെള്ളം കിട്ടുന്നുണ്ട്, നമ്മൾ കിണറിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട്, റിവറിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട്, സീ വാട്ടറുണ്ട്. അങ്ങനെ ഏത് സോഴ്സിൽ നിന്ന് ലഭിച്ചാലും നമുക്ക് ആ വാട്ടറിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹൈഡ്രജനും ഓക്സിജനും മാസിൻ്റെ ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്തിരിക്കുക. അത് ഏത് സോഴ്സിൽ നിന്ന് ലഭിച്ചാലും. അതാണ് ഈ ലോ പറയുന്നത്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ വാട്ടറിൻ്റെ കേസ് തന്നെ എടുക്കാം. വാട്ടർ എന്ന് പറയുന്നത് H2O. ഇതിനകത്ത് 2 ഹൈഡ്രജൻ ഉണ്ടാവും, 1 ഓക്സിജനും ഉണ്ടാവും. ഈ ഹൈഡ്രജനും ഓക്സിജൻ്റെയും മാസ് നോക്കാം. ഹൈഡ്രജൻ്റെ 1 യൂണിറ്റാണ്, ഓക്സിജൻ്റെ 16 യൂണിറ്റാണ്. ഇതിനകത്ത് ഈ യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മൾ AMU അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പറയുന്ന യൂണിറ്റിലായിരുന്നു എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഈ U എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. അതായത് യൂണിഫൈഡ് മാസ് എന്നാണ് അതിൻ്റെ അർത്ഥം, U. അപ്പം 1 യൂണിറ്റും ഓക്സിജൻ എന്ന് പറയുന്നത് 16 യൂണിറ്റുമാണ്. അപ്പം 2 ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ എത്ര യൂണിറ്റ് ഉണ്ടാവും? 2 യൂണിറ്റ് ഉണ്ടാകും. ഓക്സിജൻ എന്ന് പറയുന്നത് 16. അപ്പം മാസിൻ്റെ റേഷ്യോ നമുക്കൊന്ന് എടുത്ത് നോക്കാം. മാസിൻ്റെ റേഷ്യോ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? 2/16 എന്ന് പറഞ്ഞാൽ 2:16 എന്ന് വരും. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1:8 എന്ന് വരും അല്ലേ. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന കോമ്പൗണ്ട് അല്ലെങ്കിൽ മോളിക്യൂളിൽ വാട്ടറിലെ ഹൈഡ്രജനും ഓക്സിജനും മാസിൻ്റെ ഏത് റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്? 1:8 റേഷ്യോ. ഇത് നമ്മൾ സീ വാട്ടർ ആയിക്കോട്ടെ, റിവറിൽ നിന്നുള്ള വാട്ടർ ആയിക്കോട്ടെ, വെല്ലിൽ നിന്നുള്ള വാട്ടർ ആയിക്കോട്ടെ, റെയിൻ വാട്ടർ ആയിക്കോട്ടെ, ഏത് സോഴ്സിൽ നിന്നും നമ്മൾ വാട്ടർ എടുത്താലും ആ വാട്ടർ മോളിക്യൂളിലെല്ലാം ഹൈഡ്രജനും ഓക്സിജനും മാസിൻ്റെ 1:8 റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ജോസഫ് പ്രോസ്റ്റ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്ന ലോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പം ആ ലോ അനുസരിച്ച് 1:8 ആണ് ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത്. ഒരു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യാനുള്ള ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത് 1:8 ആണ്. അപ്പം ഇതിൽ ഹൈഡ്രജൻ 1 ഗ്രാം ഉണ്ടെങ്കിൽ ഓക്സിജൻ 8 ഗ്രാം ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തു. 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഗ്രാം ഓക്സിജൻ വേണ്ടി വരും വാട്ടർ മോളിക്യൂളിൻ്റെ ഫോർമേഷന് വേണ്ടി? ഹൈഡ്രജൻ 4 ഗ്രാം ഉണ്ടെങ്കിൽ ഓക്സിജൻ എത്ര ഗ്രാം വേണ്ടി വരും? അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. 1:8 ആണ് ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത്. 1:8 ആണ്. 1 ഗ്രാം ഹൈഡ്രജന് 8 ഗ്രാം ഓക്സിജൻ വേണ്ടി വരും. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തു. 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തെങ്കിൽ എത്ര ഗ്രാം ഓക്സിജൻ വേണ്ടി വരും? ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. എക്സ് എന്ന് പറയുന്നത് 32 കിട്ടും. അതിൻ്റെ മീനിങ് എന്താണ്? മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഗ്രാം ഹൈഡ്രജൻ എടുത്താൽ 8 ഗ്രാം ഓക്സിജൻ വേണം, ഫിക്സഡ് റേഷ്യോ. അങ്ങനെയാണെങ്കിൽ 4 ഗ്രാം ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ 32 ഗ്രാം ഓക്സിജൻ വേണം. എന്തിന്? വാട്ടറിൻ്റെ ഫോർമേഷന്. അപ്പം ഇതാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ ലോ നമുക്കിനി ഒന്ന് ഡിഫൈൻ ചെയ്യാം. ലോയുടെ എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ
ഡെഫിനിഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. ലോ ഓഫ് കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ്റെ ഡെഫിനിഷൻ: എ കെമിക്കൽ കോമ്പൗണ്ട്, no matter from which source it is obtained, always contains the same elements combined together in the same definite proportion by mass. ഇതാണ് ആ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. എ കെമിക്കൽ കോമ്പൗണ്ട്, നോ മാറ്റർ ഫ്രം വിച്ച് സോഴ്സ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ്, ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെൻറ്റ്സ് കമ്പൈൻഡ് ടുഗദർ ഇൻ ദ സെയിം ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ്. നമ്മൾ പറഞ്ഞല്ലോ, വാട്ടർ മോളിക്യൂൾ വെച്ചിട്ട് എക്സാമ്പിൾ പറഞ്ഞില്ലേ, H2 അല്ലെങ്കിൽ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് ഏത് സോഴ്സിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ലഭിക്കാം. പക്ഷേ ആ വാട്ടർ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് ഹൈഡ്രജനും ഓക്സിജനും 1:8 എന്ന ഫിക്സഡ് മാസിലാണ്. അത് വെച്ചിട്ട് നമുക്ക് ന്യൂമറിക്കൽസ് ചെയ്യാൻ പറ്റും. എത്ര ഗ്രാം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഗ്രാം ഓക്സിജൻ യൂസ് ചെയ്യണം, അങ്ങനെയുള്ള കുറേ ന്യൂമറിക്കൽസ് നമുക്ക് ആ ഒരു റേഷ്യോ പഠിക്കുന്നതോടുകൂടി നമുക്ക് ചെയ്യാൻ പറ്റും. വാട്ടർ അത് അങ്ങനെ ഓരോ എലമെൻസിനുമുണ്ട് എത്ര ഫിക്സഡ് റേഷ്യോയിലാണ്, മാസിൻ്റെ ഏത് ഫിക്സഡ് റേഷ്യോയിലാണ് അത് കമ്പൈൻ ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഓരോ എലമെൻസിൻ്റെയും നമ്മളത് പഠിച്ചു കഴിയുമ്പോൾ പിന്നീട് വരുന്ന പ്രോബ്ലംസ്, നമ്മൾ ഒരു എലമെൻറ്റ് എത്ര ഗ്രാം ഉപയോഗിച്ചാൽ മറ്റേ എലമെൻറ്റ് എത്ര വേണം ഒരു കോമ്പൗണ്ട് നിർമ്മിക്കാൻ, അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് എ കെമിക്കൽ കോമ്പൗണ്ട്, നോ മാറ്റർ ഫ്രം വിച്ച് സോഴ്സ് ഇറ്റ് ഈസ് ഒബ്റ്റൈൻഡ്, ഏത് സോഴ്സിൽ നിന്ന് അത് ലഭിച്ചാലും ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെൻറ്റ്സ് കമ്പൈൻ ടുഗദർ ഇൻ ദ സെയിം ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ബൈ മാസ്. ഇതാണ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ. അത് പ്രൊപ്പോസ് ചെയ്തത് ആരാണ്? 1799 ജോസഫ് പ്രോസ്റ്റ് എന്ന് പറയുന്ന ഫ്രഞ്ച് കെമിസ്റ്റാണ്. ബാക്കി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിൻ്റെ ഡെഫിനിഷൻ പഠിച്ചു. ഇനി ഡെഫിനിഷൻ നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കാം. ഇപ്പം 100 ഗ്രാം ഓഫ് വാട്ടർ, 100 ഗ്രാംസ് ഓഫ് വാട്ടറിൽ നമുക്ക് എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം. 100 ഗ്രാംസ് ഓഫ് വാട്ടറിൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. നമ്മൾ പറഞ്ഞു ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ അനുസരിച്ച് ഒരു വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യാൻ 1:8 റേഷ്യോയിലാണ് ഹൈഡ്രജൻ്റെ ഓക്സിജൻ്റെ മാസ് വരുന്നത്. അപ്പം അത് നമ്മൾ 100 ഗ്രാം വാട്ടറിൽ കണ്ടുപിടിക്കണമെങ്കിൽ ഈ റേഷ്യോയുടെ കൂടെ എത്രയോ ഒരു എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ആ ഇൻക്രീസ് ചെയ്തേക്കുന്ന എമൗണ്ടിനെ നമുക്ക് എക്സ് എന്നെടുക്കാം. അപ്പോൾ ഇതെങ്ങനെ എഴുതും? 1x + 8x ആണ് എത്ര? 100 ഗ്രാം വാട്ടർ. 1x ഹൈഡ്രജനും 8x ഓക്സിജനും കൂടി ചേരുമ്പോഴാണ് 100 ഗ്രാംസ് ഓഫ് വാട്ടർ ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ 9x = 100 ഗ്രാം എങ്ങനെ എഴുതാം? എക്സ് എന്ന് പറയുന്നത് 100/9. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 100/9 എന്ന ഒരു എമൗണ്ട് കിട്ടും. ഇതിനെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് എത്ര എമൗണ്ടാണ് എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ആ എക്സിൻ്റെ വാല്യൂ നമുക്ക് ഈ 1xലും 8xലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 100 ഗ്രാം വാട്ടറിൽ എത്ര ഹൈഡ്രജനും എത്ര ഓക്സിജനും കിട്ടും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. 100/9 ഇതെന്ന് പറയുന്നത് 11.11. ഇതാണ് അതിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 100 ഗ്രാം വാട്ടറിൽ എക്സ് എന്ന് പറയുന്നത് 11.11 എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ എക്സിൻ്റെ വാല്യൂ ഈ 1xലും 8xലും ഇട്ട് കൊടുക്കണം. 1x എന്ന് പറയുന്നത് അപ്പോൾ എത്രയാവും? 11.11. 8x എന്ന് പറയുന്നത് എത്രയാകും? 8x എന്ന് പറയുന്നത് 88.88 ഗ്രാംസും ആകും. അപ്പം 100 ഗ്രാംസ് ഓഫ് വാട്ടറിൽ ഹൈഡ്രജൻ എത്രയുണ്ടാകും? ഹൈഡ്രജൻ എന്ന് പറയുന്നത് 11.11 ഗ്രാമും ഓക്സിജൻ എന്ന് പറയുന്നത് 88.88 ഗ്രാമും ഉണ്ടായിരിക്കും. നമ്മൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 11.11 കിട്ടി. അപ്പോൾ നമ്മൾ 1x എന്ന് പറയുന്നത് 11.11 ഗ്രാം തന്നെ കിട്ടും. 8x എന്ന് പറയുന്നത് 88.88 ഗ്രാം. അതിനെ അപ്രോക്സിമേറ്റ്ലി 89 ഗ്രാം എന്ന് എഴുതാം. ഇതിനെ 11 ഗ്രാം എന്ന് എഴുതാം. അപ്പം 100 ഗ്രാംസ് ഓഫ് വാട്ടറിൽ 11 ഗ്രാം ഹൈഡ്രജനും 89 ഗ്രാം ഓക്സിജനും ഉണ്ടായിരിക്കും. നമ്മൾ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ നമ്മൾ എന്താ പറഞ്ഞത്?
ഏത് കോമ്പൗണ്ട് ഏത് സോഴ്സിൽ നിന്ന് ലഭിച്ചാലും അതിനകത്തെ കോമ്പൗണ്ടിൻ്റെ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് മാസിൻ്റെ ഒരു ഫിക്സഡ് റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്തേക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് എക്സാമ്പിളായിട്ട് എടുക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടുന്ന 2 സോഴ്സുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. C+O2 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഫോർമേഷൻ, പിന്നെ കാൽസ്യം കാർബണേറ്റ് ഡീകമ്പോസിഷൻ നടക്കുമ്പോൾ CaOയും CO2ഉം ഉണ്ടാകും. ഈ രണ്ടിലും നമുക്ക് കിട്ടുന്ന കാർബൺ ഡൈ ഓക്സൈഡ് 2 സോഴ്സിൽ നിന്ന് കിട്ടി. അപ്പം ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നമുക്ക് ഏത് റേഷ്യോയിലാണെന്ന് കണ്ടുപിടിക്കാൻ കാർബൺ ഓക്സിജൻ, ഈ കാർബൺ എന്ന് പറയുന്നത് 12 അതിൻ്റെ 12 യൂണിറ്റാണ്. കാർബണിൻ്റെ മാസം എന്ന് പറയുന്നത് 12 യൂണിറ്റാണ്. കാർബണിൻ്റെ മാസം എന്ന് പറയുന്നത് 12 യൂണിറ്റാണ്. ഓക്സിജൻ എത്ര വരും? ഓക്സിജൻ എത്രയുണ്ട്? 2 ഉണ്ട് അല്ലേ? അപ്പം 16 + 16 32 യൂണിറ്റാണ്. 32 യൂണിറ്റാണ്. അപ്പം ഇതിനെ നമ്മൾ ഇതിൻ്റെ റേഷ്യോ എടുത്തു കഴിഞ്ഞാൽ 12/32. 12/32. ഈ 12/32 എന്ന് പറയുന്നത് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3/8 എന്ന് എഴുതാം. ദാറ്റ് ഈസ് ദ റേഷ്യോ ഈസ് 3:8. കാർബൺ ഡൈ ഓക്സൈഡിൽ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്തേക്കുന്ന ഫിക്സഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:8 ആണ്. അപ്പം അത് ഏത് സോഴ്സിൽ നിന്നായാലും, ഇപ്പോൾ ഇവിടെ 2 സോഴ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. C+O2 എന്ന് പറയുന്ന സോഴ്സും CaCO3 CaO + CO2. ഇത് ഏത് സോഴ്സിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് ലഭിച്ചാലും ആ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന മോളിക്യൂൾ അല്ലെങ്കിൽ കോമ്പൗണ്ടിനകത്ത് കാർബണും ഓക്സിജനും ഫിക്സഡ് ആയിട്ട് 3:8 റേഷ്യോയിലാണ് കമ്പൈൻ ചെയ്തിരിക്കുന്നത്. ഈ റേഷ്യോ നമുക്കുണ്ടെങ്കിൽ ഇനി നമ്മൾ വാട്ടർ മോളിക്യൂളിൻ്റെ ചെയ്ത മാതിരി തന്നെ 100 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര കാർബൺ ഉണ്ടാകും, എത്ര ഓക്സിജൻ ഉണ്ടാകും എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. 3:8 എന്ന് പറയുന്ന ഈ റേഷ്യോ കിട്ടി കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ. അപ്പം ഏത് സോഴ്സിൽ നിന്നായാലും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3:8 ആയിരിക്കും. ഈ റേഷ്യോ വെച്ചിട്ട് നമുക്ക് എത്ര കൂടുതൽ എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും അതിൽ എത്ര കാർബൺ ഉണ്ട്, എത്ര വെയിറ്റ് ഓക്സിജൻ ഉണ്ട് എന്നുള്ളത് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കിനിയും അമോണിയയുടെ ഇതുപോലെ തന്നെ കോൺസ്റ്റൻറ്റ് കോമ്പോസിഷൻ നമുക്ക് ഒന്ന് കണ്ടുപിടിക്കാം. നെക്സ്റ്റ് നമുക്ക് അമോണിയയുടെ നോക്കാം. അമോണിയ എന്ന് പറയുമ്പോൾ നമുക്ക് നൈട്രജൻ ഉണ്ട്, 1 നൈട്രജൻ ഉണ്ട്, 3 ഹൈഡ്രജനുമാണ് ഉള്ളത്. അപ്പം നൈട്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 14 യൂണിറ്റ്സ് ആണ്. 14 യൂണിറ്റ്സ് ആണ്. നൈട്രജൻ്റെ മാസ് എന്ന് പറയുന്നത് 14 യൂണിറ്റ്സ് ആണ്. ഹൈഡ്രജൻ്റേതെന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. എത്ര ഹൈഡ്രജനാണുള്ളത്? 3 ഹൈഡ്രജനാണുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് 3 യൂണിറ്റ്സ് ആണ്. അപ്പം ഇതിൻ്റെ റേഷ്യോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 14/3 = 14:3. അപ്പം ഇതെന്ന് പറയുന്നത് അമോണിയയിൽ നൈട്രജനും ഹൈഡ്രജനും കമ്പൈൻ ചെയ്തേക്കുന്ന ഫിക്സഡ് റേഷ്യോ ആണ് 14:3 എന്ന് പറയുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ലോ ഓഫ് കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ അനുസരിച്ചുള്ള ഫിക്സഡ് റേഷ്യോ. ഇനി നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിളായിട്ട് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. 51 ഗ്രാം അമോണിയയാണ്. 51 ഗ്രാം അമോണിയയാണെങ്കിൽ അതിൽ എത്ര നൈട്രജനും എത്ര ഹൈഡ്രജനും ഉണ്ടാകും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 51 ഗ്രാം അമോണിയ. 51 ഗ്രാം അമോണിയ. അപ്പോൾ കോൺസ്റ്റൻറ്റ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്? 14:3 ആണ്. അപ്പം ഇനി നമുക്ക് 51 ഗ്രാമിൽ എത്രയുണ്ടെന്ന് നോക്കണം. അപ്പം എത്രയാണ്? നൈട്രജനിലും ഇൻക്രിമെൻ്റ് ഉണ്ടായിട്ടുണ്ട്, ഹൈഡ്രജനിലും കൂടുതലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ എമൗണ്ടിനെ നമ്മൾ എന്തെടുക്കും? എക്സ് എന്നെടുക്കും. അപ്പോൾ 14x + 3x = 51. അപ്പം ഇതെങ്ങനെ എഴുതും? 14 + 3 എത്രയാണ്? 17. 17x = 51. x = 51/17. എത്ര വരും? 17 × 3 ആണ് 51 എന്ന് പറയുന്നത്. അപ്പോൾ 3x എന്ന് പറയുന്നത് 3 ആയിട്ട് കിട്ടി. അപ്പോൾ നമുക്കിനി എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ 14x അല്ലേ? 14x എന്ന് പറയുന്നത് എത്ര വരും? 14x എന്ന് പറയുന്നത് 14 × 3 = 14 × 3 എത്ര വരും? 4 × 3 12, 1 42. നെക്സ്റ്റ് എത്രയാണ്?
3x ആണ്. 3x എന്ന് പറയുമ്പോൾ 3 × 3 = 9. അപ്പോൾ 42 ഗ്രാംസും 9 ഗ്രാംസും വരും. അപ്പം ഇതിനകത്ത് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? 51 ഗ്രാം അമോണിയയിൽ 42 ഗ്രാം നൈട്രജനും 9 ഗ്രാംസ് ഹൈഡ്രജനും ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. കോൺസ്റ്റൻറ്റ് പ്രൊപ്പോർഷൻ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ലോയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.